എൻ്റെ പപ്പ നല്ല ഷർട്ട് വാങ്ങിച്ചുകൊണ്ട് വരുമോ എനിക്ക്. ഏതായാലും പഠിപ്പിച്ച കാലഘട്ടത്തിലൊന്നും നല്ലൊരു ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയില്ല. നല്ലൊരു ഉടുപ്പ് വാങ്ങിച്ചു കൊടുത്തേക്കെന്ന് വെച്ചാൽ ഒരു 4000 രൂപ വിലയുള്ള നല്ലൊരു ഉടുപ്പ് വാങ്ങിച്ച് വരിക. അപ്പോൾ ഈ പപ്പയ്ക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. ഈ ഉടുപ്പ് വാങ്ങിച്ച് എന്നെ ഇടിപ്പിച്ചിട്ട് പപ്പയുടെ അടുത്ത് നിർത്തിയിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. എൻ്റെ മോൻ, അച്ഛൻ എല്ലാവരെയും ഒന്ന് കാണിക്കണം, ഞാൻ നല്ല ഉടുപ്പൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, ആ ഉടുപ്പിട്ടിട്ട് ഒരു ഫോട്ടോ എടുക്കുന്നതൊക്കെ ആഗ്രഹിച്ചിട്ട് ഈ പപ്പ വരിക. അപ്പോൾ ഈ ഉടുപ്പായിട്ടോട് വരുമ്പോൾ എന്നെ ഇടിപ്പിക്കാൻ നോക്കും. ഞാൻ ഈ കുഴമണ്ണിൻ്റെ അകത്ത് നിൽക്കുമെന്ന് വിചാരിച്ചു. ഒന്നുമല്ലെങ്കിൽ നാച്ചുറോപ്പതി ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും കിളച്ച് ശരീരം മുഴുവൻ മണ്ണായിട്ട് നിൽക്കുക, കുറേ വെള്ളമെല്ലാം ഒഴിച്ചു ഒരു വക മണ്ണായിട്ട് കുഴഞ്ഞ് നിൽക്കുക. ഈ ഉടുപ്പിടിപ്പിക്കുക. മിണ്ടുന്നില്ലല്ലോ, ഇടിപ്പിക്കുകയില്ല. ഒന്ന് പറയും കുളിച്ചിട്ട് വാ, വൃത്തിയായിട്ട് വാ എന്ന് പറയും. ഇല്ലെങ്കിൽ അത് പറഞ്ഞിട്ട് കേൾക്കുന്നില്ലെങ്കിൽ ഉടുപ്പിട് വച്ചേക്കാം, സൗകര്യമുള്ളപ്പം വന്ന് ഇട്ടു എന്ന് പറഞ്ഞിട്ട് പപ്പ പോവും. ഇത് സ്വാഭാവികമായ ജീവിതത്തിൽ ഇത് സംഭവിക്കുന്നുവെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലും ഇങ്ങനെ തന്നെയാണ് മക്കളെ.